ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 106 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ ഒരിക്കൽ കൂടെ പറയാം. നെഹമ്യാവ് 8 മുതൽ 11 വരെ, അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇപ്പൊ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു ശരിയുത്തരങ്ങൾ എന്നുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 3 അക്ഷരമുള്ള ഒരു താഴ്ന്ന പ്രദേശത്തിനകത്ത് വേദന എന്നർത്ഥം വരുന്ന ഒരു പദമുണ്ട്. ഈ താഴ്ന്ന പ്രദേശത്തിനെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. എന്താണ്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം ഓനോവ്. നെഹമ്യാവ് 11:35 ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ നോവ് എന്നുള്ളത് വേദനയാണ്. മറ്റൊരു പേര് ശില്പികളുടെ താഴ്വര. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ആഹാരം എന്നർത്ഥം വരുന്ന 2 അക്ഷര പദം എന്ത്? ഉത്തരം കൊറ്റ്. നെഹമ്യാവ് 9:20 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇന്ന് മിക്കവാറും എല്ലാ ദേവാലയങ്ങളിലും കാണുന്ന ഒരു ഉപകരണം പാഠഭാഗത്തുണ്ട്. ഈ ഉപകരണത്തിന്റെ പേര് ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമേ കാണുന്നുള്ളൂ. എന്താണ്? ഈ ഉപകരണം നിർമ്മിച്ചത് എന്തിനു വേണ്ടി? ഇതാണ് ക്വസ്റ്റ്യൻ. ഉത്തരം പ്രസംഗപീഠം. ന്യായപ്രമാണ പുസ്തകം വായിക്കേണ്ടതിന്. നെഹമ്യാവ് 8:3-4 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ ഉത്തരം പ്രസംഗപീഠമാണ്. എന്തിനു വേണ്ടി എന്നുള്ളതാണ് ന്യായപ്രമാണ പുസ്തകം വായിക്കേണ്ടതിന് എന്നുള്ളത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ: 3 മണിക്കൂർ അല്ലെങ്കിൽ 7:30 നാഴിക എന്ന സമയത്തിന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത് എന്നുള്ളതാണ്. ഉത്തരം ഒരു യാമം. നെഹമ്യാവ് 9:3 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഫൈനൽ ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം: പഴയ നിയമ പാഠഭാഗത്തുള്ള ഒരു പുരുഷനാണ് ഞാൻ. 4 അക്ഷരമാണ് എന്റെ പേരിന്. എന്റെ പേര് തുടങ്ങുന്നത് ബൈബിളിലെ ഒരു സ്ത്രീയുടെ പേരോട് കൂടെയാണ്. എന്റെ പേരിന്റെ 3-ാമത്തെ അക്ഷരത്തോടു കൂടെ ചിഹ്നം അല്ലെങ്കിൽ അനുസ്വാരം ചേർത്താൽ നേട്ടം അല്ലെങ്കിൽ വരുമാനം എന്നർത്ഥം. പേരെന്ത്? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം ആദയാവ് എന്നുള്ളതാണ്. നെഹമ്യാവ് 11:12 ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ സ്ത്രീ ആദ, ചിഹ്നം ആദായം, നേട്ടം, വരുമാനം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ ഉത്തരം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവും കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ബൈബിൾ പോർഷൻ പറയാം. നെഹമ്യാവ് 12:13, എസ്തേർ 1:2, അപ്പോസ്തല പ്രവർത്തികൾ 18. അപ്പോൾ ഈ പോർഷൻസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ എല്ലാവരും നല്ലോണം വായിച്ച് റെഡി ആയിക്കോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.